ആത്മാവ് എന്ന വാക്കിൽ പരിശുദ്ധാത്മാവ്, ദുരാത്മാവ് എന്ന രണ്ട് ആത്മാക്കൾ ഉണ്ട്. പെന്തക്കോസ്ത് നാളിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ ജനത്തോട് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെ പരിശുദ്ധാത്മ അഭിഷേകം ഉണ്ടാവുകയും കേട്ടുനിന്ന പല ഭാഷക്കാരായ ആളുകൾക്ക് അവരുടെ സ്വന്തം ഭാഷയിലാണ് ശിഷ്യന്മാർ സംസാരിക്കുന്നത് എന്ന് തോന്നുകയും അവർ പറഞ്ഞത് മനസ്സിലാക്കുകയും ചെയ്തു. പഴയ നിയമത്തിൽ ശൗൽ രാജാവിൻ്റെ മേൽ യഹോവ ഒരു ദുരാത്മാവിനെ അയച്ചു എന്ന് നാം വായിക്കുന്നു. എപ്പോൾ ആ ദുരാത്മാവ് അവൻ്റെ മേൽ വരുന്നോ അപ്പോൾ അവന് സ്വഭാവത്തിന് ചില വ്യത്യാസങ്ങൾ ഉണ്ടായതായും കാണുന്നു. എന്നാൽ ദാവീദ് കിന്നരമെടുത്ത് സ്വർഗീയ സംഗീതം പൊഴിച്ചപ്പോൾ ഈ ദുരാത്മാക്കൾ അവനെ വിട്ടുപോയതായും അവൻ ശാന്തനായും തീർന്നതായും നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി ഈ ഗാനം നമുക്ക് പാടാം.